ആൻഡ് വെൽക്കം ബാക്ക് ടു വി വ്ളോഗ്സ്. അപ്പോൾ വി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് ഓൾറെഡി തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഡെലിവറി സ്റ്റോറിയാണ് കേട്ടോ. ഇപ്പം നടന്നിട്ടുള്ളതല്ല, 5 വർഷം മുൻപ് നടന്നിട്ടുള്ള ഡെലിവറി സ്റ്റോറിയാണ്. പക്ഷേ അതിൻ്റെ സമയം മേ ബി ഇപ്പോഴായിരിക്കും വീഡിയോ ചെയ്യാനുള്ള സമയമായിട്ടുള്ളത് എന്നാണ് കരുതുന്നത്. കുറേ തവണ ചെയ്യാൻ ശ്രമിച്ചിട്ട് നടക്കാതെ പോയിട്ടുള്ളൊരു സംഭവം കേട്ടോ. ഓൾമോസ്റ്റ് ഒരു വീഡിയോ ഞാൻ ഫുള്ളി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ച് എന്താ പറയുക പ്രശ്നങ്ങളൊക്കെ ആയി, സ്റ്റോറേജ് ഫുള്ളായി കട്ടായി പോയി, അങ്ങനെയൊക്കെ ആയത് കാരണം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ വീണ്ടും എടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ എൻ്റെ ഒരു കോപ്പർട്ടി ഇൻസൈറ്റ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഡെലിവറി ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് അതിൻ്റെ താഴെ കുറച്ച് കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഡെലിവറി സ്റ്റോറി ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഈ ഒരു വൈകിയ വേളയിൽ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. റൂമിലെ ഫാൻ ഓഫ് ചെയ്തേക്കുവാണ്, അതുകൊണ്ട് നല്ല ചൂടാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റിയിരിക്കുന്നൊരു സംഭവമല്ല. പക്ഷെ എന്നാലും എൻ്റെ കയ്യിൽ നിന്ന് മാക്സിമം സ്പീഡാക്കി പറയാം കേട്ടോ. ഒരുപാട് ലാഗ് അടിപ്പിക്കുന്നില്ല. ഇൻട്രോനെ ഒരുപാട് ലാഗ് അടിപ്പിച്ചാൽ ഇതിങ്ങനെ കുറേ പാർട്ടായിട്ട് പോവേണ്ടി വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തുടങ്ങാം. എൻ്റെ ഡെലിവറി നടക്കുന്നത് 2019 ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. 2019 തുമ്പിമൂട് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ ഞാൻ കുറേ മുൻപുള്ള കാര്യങ്ങൾ, മീൻസ് നമ്മൾ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു സ്റ്റോറി ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കേട്ടോ. കാരണം ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ്. അപ്പോൾ ഡെലിവറിയുടെ ആ ഒരു സ്പെസിഫിക് ഡേ മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഡെലിവറി നടക്കുന്നത് 2019 ജൂലൈ 30th ആയിരുന്നു ഡെലിവറി നടന്ന ഡേറ്റ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന ടൈമിനാണ് നമ്മുടെ അഡ്മിറ്റ് ആവേണ്ട ഡേറ്റൊക്കെ ഡോക്ടർ പറയുന്നത്. അങ്ങനെ നമ്മളൊരു ലാസ്റ്റ് കൺസൾട്ടിങ്ങിന് പോയ സമയത്ത് നമുക്ക് PV ചെയ്യും. അപ്പോൾ PV ഒക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മളുടെ അടുത്ത് അഡ്മിറ്റ് ഡേറ്റ് പറയുന്നത്. അങ്ങനെ നെക്സ്റ്റ് വീക്കിൽ ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഡേറ്റിൽ നമ്മളെടുത്ത് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അത് ജൂലൈ 12th ആയിരുന്നു. അങ്ങനെ ജൂലൈ 12th ഹോസ്പിറ്റലിൽ പോയി അഡ്മിഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞൊരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് നമ്മൾ അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട് പോകുന്നത്, അതായത് വാർഡിലേക്ക് എൻ്റർ ആവുന്നത്. അങ്ങനെ ഞങ്ങളൊരു ഉച്ചയ്ക്ക് ശേഷം വാർഡിലേക്ക് എൻ്ററായി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവിടെ നിന്നാണ് നമ്മുടെ ഡെലിവറി സ്റ്റോറി ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം അറിയാം, ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാമായിരിക്കും. ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായത്. വുമൻസ് ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലാണ് നമ്മുടെ കോഴിക്കോടുള്ള. കോട്ടപ്പറമ്പ് എന്നാണ് നമ്മളൊക്കെ പറയുന്നത്. കോഴിക്കോട്ടുകാർക്ക് കോട്ടപ്പറമ്പ് എന്ന് പറയുമ്പോൾ കൂടുതൽ അറിയാമായിരിക്കും. അപ്പോൾ അവിടെയാണ് എൻ്റെ ഡെലിവറി കഴിയുന്നത്. അപ്പോൾ ആ ഒരു ഡേ, നമ്മൾ സ്പെസിഫിക് ഡേ 12th അവിടെ നമ്മൾ അഡ്മിറ്റ് ആവുന്നു. അഡ്മിറ്റായി ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ട് തന്നെ ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് സമയം നമ്മൾ അവിടെ നിന്ന് അങ്ങനെ ഏട്ടനും ഞാനും അമ്മയും എൻ്റെ അമ്മയും കൂടിയാണ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് അഡ്മിറ്റ് ആവാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ അഡ്മിറ്റായി കഴിഞ്ഞതിന് ശേഷം അവർ ഉച്ചയൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോയി. കാരണം അഡ്മിറ്റ് ആയ ഡേ ആണ്. ഇപ്പോൾ നമ്മളുടെ അടുത്ത് ബാക്കി ചെക്കപ്പോ കാര്യങ്ങളോ ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളുടെ അടുത്ത് ഏകദേശം എന്നേക്ക് എന്നുള്ളൊരു മീൻസ് നമ്മുടെ അപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ച് ഏകദേശം എന്നേക്കുള്ളത് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആരും ആ ഒരു ടൈമിന് ഡെലിവറി ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയമായതുകൊണ്ട് തന്നെ ഞങ്ങളെ എന്താ പറയുക, ഈ നൈറ്റിലേക്കുള്ള ഫുഡ് കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് അവർ പോയി നൈറ്റിലേക്കുള്ള ഫുഡ് നമുക്ക് കൊണ്ടു തന്നു. പിന്നെ അവർ വീട്ടിലേക്ക് തന്നെ പോയിട്ടോ. കാരണം അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞല്ലോ. നമ്മുടെ ചെക്കപ്പ് കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഒരാളുടെ ആവശ്യം മാത്രമേ അപ്പം ഉണ്ടായിരുന്നുള്ളൂ. അതുമല്ല, നമ്മളപ്പം വാർഡിൽ കാണുന്ന എല്ലാവരും കുറേ ദിവസങ്ങൾക്ക് മുൻപേ തന്നെ അഡ്മിറ്റ് ആയിട്ട് ഡെലിവറി നടന്നിട്ടില്ല. ആ ഒരു സമയം വരെ ഡെലിവറി കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ പറയുക, അങ്ങനെ അവിടെ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് അവർ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമുക്ക് നൈറ്റ് ഫുഡ് തന്നു. അതിൻ്റെ മുൻപ് തന്നെ നമുക്ക് നമ്മളുടെ വെജൈനൽ ഏരിയയുടെ അവിടെയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ സർജിക്കൽ ബ്ലേഡ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞു. അതിൻ്റെ കൂടെ ആവണക്കെണ്ണയും കൂടെ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള കാര്യമാണ് ആവണക്കെണ്ണ. അപ്പോൾ ആവണക്കെണ്ണ, എൻ്റെ മനസ്സിൽ ആവണക്കെണ്ണ എന്ന് പറയുന്നത് നമ്മൾ പുരുകൊക്കെ വളരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓയിലാണ്. അപ്പോൾ എനിക്ക് അത്ര മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ ആ ഒരു സമയത്ത്. എൻ്റെ ഡെലിവറി നടക്കുമ്പോൾ പറയാൻ വിട്ടുപോയി. എനിക്ക് 21 വയസ്സാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇതിൻ്റെ യൂസേജോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബോധേഡായിരുന്നില്ല. അപ്പോൾ ആവണക്കെണ്ണ വാങ്ങിക്കുമ്പോൾ ആവണക്കെണ്ണ വാങ്ങിച്ചു കൊണ്ടുവന്നു, സർജിക്കൽ ബ്ലേഡ് കൊണ്ടുവന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ഈവനിങ് ഒക്കെ ആയപ്പോൾ നമ്മളെ ഈ ഒരു എന്താ പറയുക ക്ലീൻ ചെയ്യുന്ന റൂമിൻ്റെ അവിടേക്ക് വിളിച്ചു. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മളെ തിരിച്ചു വിട്ടു. അങ്ങനെ നൈറ്റ് ഫുഡ് കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഒരു 8:30 ഒക്കെ ആയപ്പോഴേക്ക് എല്ലാവരും ഫുഡ് കഴിക്കുന്ന സമയമാണ്. ആ ഒരു ടൈമിനാണ് ആ ഒരു എന്താ പറയുക, നമ്മളെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് നമ്മളെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരെല്ലാവരും ഉണ്ടാകുന്ന വാർഡിൽ ഫുഡ് കഴിക്കുക. ആ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും എല്ലാവരും ഫുഡ് കഴിക്കും. നോർമലി ഹോസ്പിറ്റലിൽ നമ്മൾ നേരത്തെയൊക്കെ ഫുഡ് കഴിക്കുമല്ലോ.
അപ്പോൾ അങ്ങനെ ഒരു 8:30 ഒക്കെ ആകുമ്പോഴേക്കും എല്ലാവരുടെയും ഫുഡ് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഫുഡ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു. അപ്പോഴും എൻ്റെ തൊട്ടടുത്തുള്ള ബെഡിലൊക്കെ ഉള്ള ചേച്ചിക്ക് കുറച്ച് പെയിൻ വന്നിട്ട് ഇങ്ങനെ ആൾ സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ പേര് ആ വാർഡിലുണ്ട്. കാരണം പെയിന് വന്നു, ലാബ് റൂമിലേക്ക് എൻ്റർ ആവുന്നു, ഡെലിവറി നടക്കുന്നില്ല, തിരിച്ചവർ വീണ്ടും വാർഡിലേക്കൊക്കെ വിടുന്നുണ്ട്. അങ്ങനെ 1-2 പേരൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഈ ആവണക്കെണ്ണ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കുടിക്കാൻ പറ്റും എന്നുള്ളത് പോലും ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ആവണക്കെണ്ണ കുടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഈശ്വര ഇത് കുടിച്ചിട്ട് എന്താ ഇത് എന്തിനു വേണ്ടിയാന്നുള്ളത് നമുക്കറിയത്തില്ലല്ലോ. അപ്പം അവിടെയുള്ളവരെല്ലാവരും പറഞ്ഞു മോളെ കുഴപ്പമില്ല അത് കുടിച്ചോ. കാരണം ഞാൻ അന്ന് 21 വയസ്സായതേ ഉള്ളൂ. ആ ഒരു സമയത്ത് അവിടെ ഉള്ളവർക്കൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും ഒരു 25+, 30 ആ ഒരു റേഞ്ചിലുള്ളവരാണ്. അപ്പം ഞാൻ കുഞ്ഞായിരുന്നു. മീൻസ് ആ ഒരു സമയത്ത് അത്ര വലിയ മീൻസ് അവിടെ ഉള്ളതിൽ കുറച്ച് ഇതായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു നീ കുടിച്ചോ. എനിക്കറിയില്ല അതെന്താണെന്നുള്ളത്. അപ്പോൾ കുടിച്ചോ, കുഴപ്പമൊന്നുമില്ല, ഞങ്ങളൊക്കെ 1-2 തവണ കുടിച്ചിട്ട് വന്നിരിക്കുന്നവരാണ്, അപ്പോൾ വലിയ സീനൊന്നുമില്ല. കുറച്ച് പ്രായമുള്ളവർ, അതായത് അവരുടെ സെക്കൻഡ് ഡെലിവറി, തേർഡ് ഡെലിവറി ഒക്കെ ആയിട്ട് വന്നവരുണ്ട്, പിന്നെ ഫസ്റ്റ് ഡെലിവറിക്ക് വന്നിട്ടുള്ളവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരൊക്കെ കുറേ പെയിൻ എടുത്തിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്നോട് ഇവിടെയുള്ള ചേച്ചിമാരൊക്കെ പറഞ്ഞു 1-2 തവണ കുടിച്ച് ട്രൈ ചെയ്തിട്ട് ഡെലിവറി നടക്കാത്തവരൊക്കെ പറഞ്ഞു കുഴപ്പമില്ല നീ കുടിച്ചോ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഞങ്ങൾ 2-3 തവണയൊക്കെ കുടിച്ചിട്ടിരിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ധൈര്യമൊക്കെ തന്നു. ഓക്കെ, പക്ഷേ ആര് ധൈര്യം തന്നാലും തന്നില്ലെങ്കിലും നമ്മളത് കുടിച്ചേ പറ്റൂ. പക്ഷേ ഇത് കുടിക്കാനുള്ള ഏറ്റവും വലിയ മോട്ടിവേഷൻ എനിക്ക് അവിടുന്ന് തന്നിട്ടുണ്ടായിരുന്നത് കുറേ ചേച്ചിമാരായിരുന്നു. അങ്ങനെ അവരുടെ അടുത്തൊക്കെ നമ്മൾ സംസാരിക്കുമ്പം അവർ പറയും കുടിച്ചോ, കുഴപ്പമൊന്നുമില്ല. നമ്മളിങ്ങനെ ഇതെന്താ സംഭവം എന്നുള്ളത് നമ്മളെല്ലാവരുടെ അടുത്തും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കില്ല. അങ്ങനെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അങ്ങനെ ധൈര്യപൂർവ്വം ഞാനൊരു 10 o'clock ഒക്കെ ആകുമ്പോഴാണെന്ന് തോന്നുന്നു എനിക്ക് തന്നു. ആവണക്കെണ്ണ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് കുടിക്കുക, അതിൽ ഇത്ര വാട്ടർ മിക്സ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ ആവണക്കെണ്ണ കുടിച്ചു. ആവണക്കെണ്ണ കുടിച്ചു ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഇത് കുടിക്കുന്നത്. ആവണക്കെണ്ണ കുടിച്ച് കുറച്ചൊരു ½ an hour ഒക്കെ ആയോ എന്ന് പോലും എനിക്കറിയില്ല. ഇത് കുടിച്ച് കുറച്ച് കഴിയാൻ തുടങ്ങിയപ്പോഴേക്ക് വയർ ഫുൾ അങ്ങനെ ഉരുളാൻ തുടങ്ങി. വയറിനങ്ങനെ ഒരു ഉരുണ്ട ഫീലാണ്. അങ്ങനെ വയറ് ഇതിൻ്റെ മുന്നേ നമുക്ക് കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് എടുക്കാൻ വിളിക്കും, ഹാർട്ട് ബീറ്റൊക്കെ എടുത്ത് അങ്ങനെയുള്ള കുറേ അവരുടെ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കിതൊക്കെ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഓൾമോസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ആവണക്കെണ്ണ കുടിച്ചപ്പം പിന്നെ എനിക്ക് വയറിന് ഇങ്ങനെ ഉരുളാനുള്ളൊരു ഫീൽ, ഇങ്ങനെ ഉരുണ്ടുകൊണ്ടിരിക്കുക. എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് വയറിന് പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പം ലൂസ് മോഷനൊക്കെ ഉള്ള സമയത്ത് നമുക്ക് വയറിന് ഒരുമാതിരി ഒരു ഉരുണ്ട ഫീൽ ഉണ്ടാവാറില്ലേ, അങ്ങനെ ഒരു ഉരുണ്ട ഫീൽ വന്നു. അപ്പം നമുക്ക് അറിയാം നമുക്ക് ടോയ്ലറ്റ് പോകാനാണ് എന്നുള്ളതറിയാം. പിന്നെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ ടോയ്ലറ്റിലേക്ക് പോയി. ടോയ്ലറ്റിൽ പോയി 1 തവണ പോയി, 2 തവണ പോയി, 3 തവണ പോയി, 4 തവണ പോയി. മീൻസ് പോവാ വരെ നമുക്ക് ഒരുപാട് ടൈം അങ്ങനെ ടോയ്ലറ്റ് സ്പെൻഡ് ചെയ്യാനും പറ്റത്തില്ല. അങ്ങനെ 1 തവണ പോയി, 2 തവണ പോയി, 3 തവണ പോയി, 4 തവണ പോയി, അങ്ങനെ കുറേ തവണ പോയിട്ടും എന്താ പറയുക, ഇത് മീൻസ് കഴിയുന്നില്ല എന്നുള്ളൊരു ഫീലാണ്. അങ്ങനെ പിന്നെ അവിടെ തന്നെ ഇരുന്നാലോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോവും, ടോയ്ലറ്റിൽ തന്നെ ഇരുന്നാൽ മതി എന്ന് വരെ നമുക്ക് തോന്നിപ്പോവും. അപ്പോൾ നമ്മൾ നോർമലി ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്ത് ടോയ്ലറ്റൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് നമ്മുടെ വീട് പോലെ ക്ലീൻ ആയിട്ടുള്ളതായിരിക്കത്തില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് എന്താ പറയുക ഇഷ്ടക്കേടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു അവസരത്തിൽ നമുക്ക് ശരിക്കും ആ ടോയ്ലറ്റിൽ അങ്ങ് ഇരുന്നാൽ മതി എന്നുള്ള ഫീലാണ്. ആ ഒരു നമ്മളുടെ അങ്ങനെയുള്ള അഹങ്കാരങ്ങളും മീൻസ് നമ്മളുടെ അങ്ങനെ ഉള്ളിൽ ഇത് അഹങ്കാരമല്ല, പക്ഷേ നമ്മളുടെ ഉള്ളിലുള്ള അങ്ങനത്തെ ഈ സംഭവങ്ങളൊക്കെ പോകുന്നൊരു സമയമാണ് ഡെലിവറി എന്ന് പറയുന്നത്. അങ്ങനെ അവിടെ തന്നെ നമുക്ക് ഇരിക്കുക എന്നുള്ളൊരു ഫീലാണ്. അങ്ങനെ കുറേ തവണ പോയി. അങ്ങനെ ഇതിനിടയിൽ ഞാനൊരു തവണ വൊമിറ്റ് ചെയ്തിട്ട് അപ്പോൾ അവിടെ കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു മീൻസ് എനിക്ക് പെയിനും കൂടെ വരുന്നുണ്ട്. അതുവരെ നമുക്കിങ്ങനെ സ്റ്റേണായിട്ട് ഈ ആവണക്കെണ്ണയൊക്കെ കുടിക്കുന്നതിന് മുൻപ് എനിക്ക് യാതൊരു വിധത്തിലുള്ള പെയിനോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഈ നമ്മുടെ ഡെലിവറിക്കായിട്ടുള്ള ഒരു ലക്ഷണങ്ങളോ വന്നിട്ടില്ല. അപ്പോൾ ഈ ആവണക്കെണ്ണ കുടിച്ച് നമ്മൾ സ്റ്റേണായിട്ട് നിൽക്കുന്ന ആളാണ്. ഈ ആവണക്കെണ്ണ കുടിച്ചതോടുകൂടി നമുക്ക് സ്റ്റേണായിട്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി. പിന്നെ ഞാനിങ്ങനെ വളയാൻ തുടങ്ങി, പെയിനൊക്കെ വന്ന് തുടങ്ങുന്ന സമയമാണ്. പിന്നെ ഈ ഒരു നമുക്ക് ടോയ്ലറ്റ് പോകണം എന്നുള്ള ഫീല് മാറിയിട്ട് നമുക്ക് പ്രഗ്നൻസിയുടെ മീൻസ് പീരിയഡ്സിൻ്റെ സമയത്തൊക്കെ ഉണ്ടാകുന്ന അതിശക്തമായിട്ടുള്ളൊരു പെയിനില്ല, അങ്ങനെ ഒരു സംഭവത്തിലേക്ക് പോകാൻ തുടങ്ങി. നമുക്കിങ്ങനെ വയറ് ഭയങ്കരമായിട്ട് വേദനിക്കും. പ്ലസ് ഇതിൻ്റെ കൂടി ടോയ്ലറ്റ് പോകുന്ന ആ ഒരു ടെൻഡൻസിയും കൂടി ആകുമ്പം പറയണ്ട, അപ്പോഴത്തെ ഒരു ഫീല് ഓർക്കാൻ തന്നെ വയ്യ കേട്ടോ. അങ്ങനെ പിന്നെ അങ്ങനെ ഒരു പെയിനായി. പക്ഷേ എന്നാലും എനിക്ക് കുറേയൊക്കെ അത് സഹിച്ച് നിർത്താൻ പറ്റിയിട്ടുണ്ടായിരുന്ന ഒരവസ്ഥയായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അന്ന് ഞാനും അമ്മയും മാത്രമായിപ്പോയി ഹോസ്പിറ്റലിൽ. അപ്പോൾ എൻ്റെ അമ്മ എന്ന് പറയുന്നത് ഒരു BP പേഷ്യൻ്റാണ്, ആൾക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയ സമയത്ത് അന്ന് അമ്മ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അമ്മയ്ക്ക് എനിക്കിങ്ങനെ പെയിന് വരാൻ തുടങ്ങി. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ടെൻഷനാവാൻ തുടങ്ങി, പേടിയാവാൻ തുടങ്ങി. ആ ഒരു സമയത്ത്
നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന കുറേ ചേച്ചിമാരുണ്ടായിരുന്നു. വൊമിറ്റ് ചെയ്യുകയും കൂടെ ചെയ്തപ്പം അവിടെ അന്ന് വാർഡിലുണ്ടായിരുന്ന കുറേ പേര് പറഞ്ഞു വൊമിറ്റ് ചെയ്യുകയും കൂടെ ചെയ്തു, ഇത് ഡെലിവറി പെയിൻ ആവാനാണ് ചാൻസ്, എൻ്റെ മോൾക്കും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അങ്ങനെ കുറേ ഡെലിവറിക്ക് വേണ്ടിയിട്ട് എൻ്ററായിട്ട് തിരിച്ച് വന്നിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഡെലിവറി പെയിൻ ആവാനാണ് ചാൻസ്, നീ എന്തായാലും ഒന്ന് ഉള്ളിൽ പോയി നോക്ക്, മീൻസ് നേഴ്സിനോട് പറയുക. അപ്പോൾ പെയിൻ ആണെങ്കിൽ അവരെന്തായാലും ഉള്ളിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ പെയിൻ അല്ലെങ്കിൽ പിന്നെ ഓക്കെ അവർ ചെക്ക് ചെയ്തിട്ട് തിരിച്ച് വിട്ടോളും, എന്തായാലും ഉള്ളിലേക്ക് എൻ്റർ ആക്കിക്കോ നേഴ്സിനോട് പറഞ്ഞു എന്ന് പറഞ്ഞു അമ്മേൻ്റെ അടുത്ത്. അപ്പോൾ അമ്മ പോയൊരു നേഴ്സിനെ വിളിച്ചു, നേഴ്സ് വന്നു. അപ്പോൾ എനിക്ക് പെയിൻ ഉണ്ടായിരുന്നു, ഓവറായിട്ടല്ലെങ്കിലും പെയിൻ ഉണ്ടായിരുന്നു. അപ്പം ആൾക്കും ഓക്കെ ഇത് ഡെലിവറി പെയിൻ ആണ്, മീൻസ് കണക്റ്റ് ആയിട്ടുണ്ടാവണം. അങ്ങനെ ആൾ എൻ്റെ അടുത്ത് ഡ്രസ്സ് മാറ്റും. നമുക്ക് ഡെലിവറിക്ക് പോകുമ്പോൾ നമ്മൾ വൈറ്റ് ആൻഡ് വൈറ്റ്, ഒരു വൈറ്റ് ഷർട്ടും ഒരു ഫുൾ ബട്ടൺസ് ഉള്ളൊരു സംഭവം, ബ്ലൗസ് പോലത്തെ ഒരു സംഭവം, നമ്മൾ ഉടുക്കുന്ന വെള്ള മുണ്ടുമാണല്ലോ. അപ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നമ്മളുടെ ലാബ് റൂമിലേക്ക് എൻ്റർ ആവാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഡ്രസ്സൊന്നും മാറുകയെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു സമയത്ത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, കാരണം ഈ ഒരു പെയിനിൽ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പിന്നെ മുടി പിന്നിടാനൊക്കെ പറഞ്ഞു, അങ്ങനെ മുടിയൊക്കെ പിന്നിട്ടു. ഈ ഒരു അവസ്ഥയാണ് കേട്ടോ, അങ്ങനെയുള്ള മുടി പിന്നിടലും ഒരു ടാസ്ക്കാണ് അത്. ആ ഒരു സമയത്ത് ആ പെയിൻ വെച്ചിട്ട് ഇതൊക്കെ ചെയ്യാന്ന് പറയുന്നത് ഒട്ടും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, പക്ഷെ നമുക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ മുടിയൊക്കെ പിന്നിട്ടും മുണ്ടും ബ്ലൗസും ഒക്കെ മാറിയിട്ട് നമ്മൾ ലാബ് റൂമിലേക്ക് നേഴ്സ് നമ്മളെ വന്നിട്ട് കൊണ്ടുപോകും. നടന്ന് നല്ലപോലെ ലാബ് റൂമിലേക്ക് പോകുന്നത്. അങ്ങനെ ലാബ് റൂമിലേക്ക് പോയി. അപ്പം അമ്മയോട് പോയി വരാമെന്നൊക്കെ പറഞ്ഞു. അമ്മ അവിടെ വരെ ആക്കി നമ്മൾ ലാബ് റൂമിലേക്ക് എൻ്ററായി. പിന്നെ നമുക്ക് ആരും കാണാൻ പറ്റില്ല. അതോടെ നമുക്ക് പുറത്തുള്ള ആളുകളായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ആരും കാണാൻ പറ്റാത്തൊരവസ്ഥയായി. നമ്മളൊരു ജയിലിൽ അടയ്ക്കപ്പെട്ട് അങ്ങനത്തെ ഒരു അവസ്ഥ. പിന്നെ നമുക്ക് ആരും കാണാൻ വേണ്ടിയിട്ട് പറ്റത്തില്ലല്ലോ. അങ്ങനെ നമ്മളെ ലാബ് റൂമിലേക്ക് എൻ്ററാക്കിയിട്ടോ. എൻ്ററാക്കിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ചെല്ലുന്ന സമയത്ത് ഒരു വലിയ ഹോളാണ്. നമ്മൾ നോർമലി ഒരു വാർഡിൽ പോകത്തില്ലേ, അപ്പോൾ വാർഡിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ കുറേ പേഷ്യൻസ് ഉണ്ടാവും, ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടാവും. പക്ഷേ ഇവിടെ പേഷ്യൻസും ഇല്ല, ബൈസ്റ്റാൻഡേഴ്സും ഇല്ല. ഇങ്ങനെ ഒരു ഹോളിൽ കുറേ ഒഴിഞ്ഞു കിടക്കുന്ന ബെഡുകൾ, 2 ഇതിലായിട്ട് ഫുൾ ഒഴിഞ്ഞു കിടക്കുന്ന ബെഡുകളാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ കണ്ട കുടിച്ചു സ്പോട്ടിൽ എനിക്ക് പെയിൻ വന്നു. പക്ഷേ ഇത് കുടിച്ച് എഫക്റ്റ് ചെയ്ത് വരുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഒഴിഞ്ഞു കിടക്കുന്ന ബെഡുകളാണത്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ 1, 2, 3 ആളുകൾ മാത്രമേ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനും കൂടെ അവിടേക്ക് എൻ്ററായി. അപ്പോഴാണ് നമ്മളെടുത്ത് പറയുന്നത് ഈ മുണ്ട് മാറ്റിയിട്ട് നമുക്ക് ആ ബെഡിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പം എന്നെ സംബന്ധിച്ച് അയ്യേ എന്നുള്ളൊരു ഫീലായിരുന്നു. നമുക്കൊരു എന്താ പറയുക, ഒരു നാണം വന്ന ഫീല്. അപ്പം കുഴപ്പമില്ല, കാരണം എല്ലാവരും അവിടെ ബാലൻസ് ഉണ്ടായിരുന്ന 3 പേരും അതേ ഫോമിലാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി ഇതാണ് ഇവിടുത്തെ സിസ്റ്റം, അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ മുണ്ട് മാറ്റിയിട്ട് ബെഡിൽ കിടന്നു. അപ്പോൾ നോർമലി നമുക്ക് കയറാം, ഇരിക്കാം. പിന്നെ അവിടെ കുറേ സ്റ്റുഡൻസ് ഉണ്ടാവും, നഴ്സിംഗ് സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അങ്ങനെ നഴ്സുമാരുണ്ട്, പക്ഷേ ഇതിന് വേണ്ടിയിട്ട് ഇവരൊക്കെയാണ് കൂടുതലാണ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ബെഡിൽ കയറി കിടന്നു. ബെഡിൽ കയറി കുറച്ച് കഴിയുമ്പോഴേക്ക് പിന്നെ അവിടുന്ന് എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു, പുറത്ത് വരാൻ ചെയ്യുന്നത്. അങ്ങനെ ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് പെയിന് വരിക പോവുക അങ്ങനെ കുറേ ഗ്യാപ്പ് വന്നിട്ടുള്ള പെയിന് വരലും പോലൊക്കെയാണ് കേട്ടോ സംഭവം. പിന്നെ ഫസ്റ്റ് തന്നെ ഞാൻ പറയാം, ഈ ഒരു ഡെലിവറി സ്റ്റോറിയിൽ എനിക്ക് സയൻറ്റിഫിക്കലി ഒരു വേർഡ്സും യൂസ് ചെയ്യാനോ ഒന്നും അറിയത്തില്ല. ഞാൻ എൻ്റെ ഒരു അനുഭവം, ഒരു സാധാരണക്കാരനായ രീതിക്കാണ് എൻ്റെ അനുഭവം പറയുന്നത്. അപ്പം എന്തെങ്കിലും മീൻസ് അതിൽ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിച്ചോളൂ കേട്ടോ. അറിയുന്നവർ കേൾക്കുകയാണെങ്കിൽ ക്ഷമിച്ചോളൂ കേട്ടോ. സയൻറ്റിഫിക്കലി എനിക്കൊന്നും പറയാനായിട്ടുള്ള അറിയത്തില്ല. ആസ് എ വിമൺ ഞാൻ അനുഭവിച്ചിട്ടുള്ള പെയിനാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ബെഡിൽ കിടന്നു. അങ്ങനെ പെയിന് വരിക പോവുക അങ്ങനെയുള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ എനിക്ക് പെയിന് വന്ന് പോകുന്ന ഒരു സമയത്ത്, ആ ഒരു പോയ സമയത്ത് എനിക്ക് എല്ലാവരെയും വീക്ഷിക്കാനുള്ളൊരു ടൈമായിരുന്നു അത്. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റൊക്കെ ഇങ്ങനെ ഒരു പീരിയഡ്സിൻ്റെ ഒരു പെയിന്, സ്ട്രോങ് ആയിട്ടുള്ള പെയിന് വരും. അപ്പോൾ നമുക്ക് അത് അൺസഹിക്കബിളാണ്. നമ്മൾ മാക്സിമം കൺട്രോൾ ചെയ്ത് നിർത്തുക. പിന്നെ അതങ്ങ് പോയി. പിന്നെ നമ്മൾ റിലാക്സ്ഡ് ആണ്. കുറേ സമയം നമുക്ക് ഉള്ളിലൊരു ചെറിയ പെയിൻ ഉണ്ടെങ്കിലും പക്ഷേ നമ്മൾ ബാക്ക് ടു നോർമൽ അങ്ങനെയുള്ളൊരു ഫീലാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പം ഈ ഒരു 3-4 പേരൊക്കെ അപ്പം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 1-2 പേര് വന്നു ഈ പെയിന് വരുന്നതിനിടയ്ക്ക്. പിന്നെ ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് അവിടെയുള്ള ബെഡ് ഫുള്ളായി. അത്രയ്ക്ക് ആളുകൾ വരാൻ തുടങ്ങി. ഈ ഒരു അപ്പോഴേക്കും തന്നെ എനിക്ക് തോന്നുന്നു ഒരു 11 o'clock 11:30 ആ സമയമൊക്കെ ആയപ്പോഴേക്ക് അവിടെയുള്ള ബെഡ് ഫുള്ളായി. പിന്നെ നമുക്ക് മുന്നിൽ കാണാൻ പറ്റിയിട്ടുള്ള കാഴ്ച 1-2-3 പേരുടെ അല്ല, കുറേ പേരുടേതാണ്. അങ്ങനെ അവിടേക്ക് ഇങ്ങനെ ഫുള്ളായി മീൻസ് കുറേ പേര് വരാൻ തുടങ്ങി. അങ്ങനെ
കുറേ പേര് വരുന്നു. അപ്പോഴൊക്കെ പിന്നെ എനിക്ക് കുറച്ച് പെയിന് ഇൻക്രീസ് ആവാൻ തുടങ്ങി. പെയിന് വരുന്നു, പിന്നെ അതിനിടയിലുള്ള ആ ഒരു ഗ്യാപ്പ്, പെയിനുകൾ തമ്മിലുള്ള ഗ്യാപ്പ് കുറഞ്ഞു വന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പിന്നെ ഇങ്ങനെ പിന്നെ എനിക്ക് റിലാക്സ് ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയെന്ന് എനിക്ക് തോന്നിയില്ല, പെയിന് വരാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ പെയിന് വന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ നമുക്കത് സഹിക്കാം. അൺസഹിക്കബിൾ ആയിട്ടുള്ളൊരു കൈൻഡ് ഓഫ് പെയിൻ അല്ല, നമുക്ക് മാനേജബിൾ ആയിട്ടുള്ളൊരു പെയിനാണ്. നമ്മൾ നല്ല പീരിയഡ്സിൽ നല്ലോണം പെയിൻ വന്നിട്ട് എനിക്ക് ഇങ്ങനെ പീരിയഡ്സിൽ ഇതിന് മുന്നേ പെയിൻ ഇങ്ങനെ അൺസഹിക്കബിളായ സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ഇഞ്ചക്ഷനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് എക്സ്ട്രീം സഹിക്കാൻ പറ്റാത്തൊരു പെയിൻ ആകുമ്പോഴാണ് അങ്ങനെ പോയൊരു തവണ ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ട്. നല്ലതല്ല എന്നറിയാം, പക്ഷേ വെക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ആ ഒരു കൈൻഡ് ഓഫ് പെയിന് നമുക്ക് അൺസഹിക്കബിളായിട്ട് നമ്മളെ കൊണ്ട് പറ്റാത്തതിൻ്റെ മാക്സിമം അങ്ങനൊരു പെയിന്. പക്ഷേ നമുക്കറിയാം അത് പീരിയഡ്സ് അല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, പീരിയഡ്സ് അല്ല, പ്രഗ്നൻസിയാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നമ്മൾ ഉള്ളിൽ നിന്നൊരു കരുത്ത് വന്നിട്ട് ആ ഒരു പെയിനെ നമുക്ക് താങ്ങാനുള്ളൊരു സ്ട്രെങ്ത്ത് നമുക്ക് കിട്ടും. സോ അങ്ങനെയുള്ളൊരു കൈൻഡ് പെയിന് നമുക്കത് താങ്ങാൻ പറ്റും. നമ്മളെ മെൻ്റൽ ഹെൽത്ത് കൊണ്ട് തന്നെ നമുക്കത് താങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയുള്ളൊരു പെയിനായി. പിന്നെ നമുക്കിതിനിടയ്ക്ക് ഒരുപാട് ടെൻഡൻസികൾ വരും. ഒന്നിന് പോകണം, രണ്ടിന് പോകണം എന്നുള്ളതൊക്കെ ടൈപ്പ് ഓഫ് ടെൻഡൻസികൾ വരും. അപ്പോൾ ഇങ്ങനെ നമ്മൾ നേഴ്സസിൻ്റെ അടുത്ത് പറയും ഇങ്ങനെ പോകണം, ടോയ്ലറ്റ് പോകണം എന്ന് പറയും. അപ്പം അവിടുന്ന് പിന്നെ അവർ വെളിയിലേക്ക് വിടത്തില്ല. ഒരു നമ്മൾ വയസ്സായവർക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കൈൻഡ് സ്റ്റൂള് കണ്ടിട്ടില്ലേ, ആ ഒരു സംഭവമാണ് അവിടെ വെച്ചിട്ടുണ്ടാവുക. എനിക്ക് കോട്ടപ്പറമ്പിൽ അങ്ങനെയായിരുന്നു, എല്ലായിടത്തെയും കഥ എനിക്കറിയത്തില്ല, എനിക്ക് അവിടെ അതായിരുന്നു. അപ്പം അവർക്ക് തന്നെ അറിയായിരിക്കും ഇതൊരു ടെൻഡൻസിയാണ്, കുഴപ്പമില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും മേ ബി അങ്ങനെ ഒരു സിസ്റ്റം അവിടെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് തോന്നും എനിക്ക് ഒന്ന് ടോയ്ലറ്റ് പോയാൽ കൊള്ളാമെന്ന് തോന്നും. അപ്പോൾ അവർ പറയും ഓക്കെ അതിലേക്ക് ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെ തൊട്ടടുത്തുള്ള സ്റ്റൂൾ നമുക്ക് കാണിച്ചു തരും. പക്ഷേ നമുക്ക് പോയിരിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ, നമുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾക്ക് തോന്നിയത് മാത്രമാണ്, നമ്മളുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ ആ ഒരു പെയിൻ്റെ സ്റ്റൈലാണത്, നമുക്ക് ആ ഒരു തോന്നൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ ആ സ്റ്റൂളിൽ പോയിരുന്നു, ഇല്ല ഒന്നുമില്ല, എനിക്കൊന്നും ചെയ്യാനില്ല. പിന്നെയും ഒരു വിധത്തിൽ പിടിച്ച് കയറി ബെഡിൽ കിടക്കുന്നു. ബെഡിൽ കിടന്ന് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്ക് പിന്നെ ഇതേ ടെൻഡൻസിയാണ്, വീണ്ടും ഇറങ്ങുന്നു. അങ്ങനെ കുറേ തവണ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ തന്നെ ഇത് ഇറങ്ങി കയറി പ്രാക്ടീസ്ഡായി, നമ്മൾ തന്നെ സ്വയം ഇറങ്ങാനും കയറാനും ഒക്കെ തുടങ്ങിയിട്ട് അങ്ങനെ ഞാൻ കുറേ തവണ പോയിട്ടുണ്ട്. എനിക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ പോലും എനിക്കറിയില്ല, അത്രയും തവണ ഞാൻ അവിടെ അങ്ങനെ പോയിട്ടുണ്ട്. അങ്ങനെ കുറേ തവണ നമ്മൾ കയറി ഇറങ്ങി കളിച്ചു, യാതൊരുവിധ രക്ഷയില്ല. ഇതിനിടയിൽ സംഭവിച്ച നല്ലൊരു കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അവിടെ വന്നു, ഞാൻ ഇരിക്കാൻ തുടങ്ങിയതിന് ശേഷം വന്നിട്ടുള്ള ഒരുപാട് പേര് കയറുന്നു, ഡെലിവറി കഴിയുന്നു, പോകുന്നു. ഒരു 1/2 hour അല്ലെങ്കിൽ 1 hour കൊണ്ട് തന്നെ അവർ വരുന്നു പോകുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ കാണുന്നതൊക്കെ പുതിയ ആളെയാണ്. കുറേ അവർ വരുന്നു, ഡെലിവറി കഴിയുന്നു, പോകുന്നു, പിന്നെ പുതിയ ആൾ വരുന്നു. അപ്പം നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്ന കുറേ പേര് അവിടെ ഇല്ല. അങ്ങനെ ഒരു കുറേ ടൈം അങ്ങനെ ഈ ഒരു സിസ്റ്റം, ഈ ഒരു സംഭവം തന്നെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കുറേ ടൈം പോയിട്ടോ. അപ്പോഴൊക്കെ പെയിന് സഹിക്കാൻ പറ്റുന്ന പെയിനുണ്ട്, കുറച്ച് ഇതായിട്ടുള്ള പെയിനുണ്ട്, എന്നാലും നമുക്ക് മാനേജബിൾ ആയിട്ടുള്ള പെയിനാണ്. അങ്ങനെ ടോയ്ലറ്റ് പോകുന്ന ടെൻഡൻസി വരുന്ന അതൊക്കെ കഴിയുമ്പോഴേക്കും ഇങ്ങനെ ആൾ മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ ഒരു എനിക്ക് അപ്പോഴേക്ക് തോന്നുന്ന സമയം എത്രയാണെന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയത്തില്ല. നമുക്ക് അതിനിടയിൽ നിന്ന് സമയമൊന്നും ഓർക്കാനോ നോക്കാനോ പറ്റിയ അവസ്ഥയാവത്തില്ലല്ലോ. അപ്പോൾ കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഈ കുട്ടി കുറേ ആയാലോ പെയിനൊന്നും വരുന്നില്ല. പിന്നെ എനിക്ക് പേടി എന്തായിരുന്നു, അതായത് ലാബ് റൂമിൽ നിന്ന് തിരിച്ച് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ്. കാരണം ഞാൻ കണ്ടിട്ടുള്ളവരിൽ മെജോറിറ്റി അങ്ങനെ അവിടെ പോയിട്ട് ലാബ് റൂമിൽ നിന്ന് തിരിച്ച് റൂമിലേക്ക് വന്നിട്ടുള്ളവരാണ്. അപ്പം അങ്ങനെ ഒരു അവസ്ഥ വരരുതെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അവിടെ നിന്ന് ഞാൻ കാണുന്നത്, ഞാൻ ഉച്ചയ്ക്കൊക്കെ അഡ്മിഷന് വന്ന് വാർഡിലേക്ക് എൻ്റർ ആയതിന് ശേഷം അവിടെ അപ്പോഴും ആ സമയം തൊട്ട് പെയിന് അനുഭവിച്ചുകൊണ്ട്, മീൻസ് അത് ലേബർ പെയിനായി മാറിയിട്ടില്ല, പെയിൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആവരുത് എന്ന് മാത്രമേ എനിക്കൊരു തോട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ പെയിൻ അവിടുന്ന് കുറേ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ കുട്ടിക്ക് പെയിന് വരുന്നുണ്ടല്ലോ, പക്ഷേ ഡെലിവറി നടക്കുന്നില്ലല്ലോ എന്നൊക്കെ അവരിങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ആളുകളിങ്ങനെ മാറിക്കൊണ്ടിരിക്കല്ലേ, അപ്പോഴും പഴയ ആളായിട്ട് ഞാൻ അവിടെ ഉണ്ട്, കുറേ ആളുകളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറേ പേര് വന്നും പോയി കഴിഞ്ഞതിന് ശേഷം ഒരു ടൈമൊക്കെ കഴിയുമ്പോഴേക്ക് അവിടെയുള്ള ബെഡൊക്കെ പിന്നെ ഫ്രീ ആവാൻ തുടങ്ങി. ബെഡിലൊന്നും പിന്നെ ആരുമില്ല, കുറച്ച് പേരല്ലാതെ. ആദ്യം ഒരു ഫുള്ളി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്ന ബെഡിൽ പിന്നെ കുറേ പേരില്ലാതെയായി, കുറച്ച് പേര് മാത്രമായിട്ട് ചുരുങ്ങി. ആളുകളുണ്ട്, ഇല്ല എന്നല്ല, എനിക്ക് തോന്നുന്നു അപ്പോൾ ഒരു 6 7 5 പേരൊക്കെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. കുറേ ബെഡ് ഉണ്ടായിരുന്നു, അതിലുള്ള കുറേ പേരൊക്കെ പോയി. അപ്പോൾ പിന്നെ അത്രയൊക്കെ ആളേ ഉള്ളൂ കേട്ടോ.
ഇതെല്ലാം ലേബർ റൂമിൽ ശരിക്കും നമ്മളുടെ പെയിന് വരുമ്പോൾ നമുക്ക് ഒരു ഒബ്സർവേഷൻ പോലുള്ളൊരു സംഭവമാണ് ഇത്. അതിന്ന് പിന്നെ മെയിൻ ലേബർ റൂം അതിൻ്റെ ഉള്ളിലാണ്. അവിടെ എനിക്ക് തോന്നുന്നു 2 പേർക്കൊക്കെ അറ്റ് എ ടൈം ഡെലിവറി ചെയ്യാനുള്ള സൗകര്യമുള്ളൂ. ബാക്കിയൊക്കെ ഈ ഒരു സ്ഥലത്താണ് എല്ലാവരും ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ചല്ലല്ലോ പെയിന് വരിക. അപ്പോൾ ഡെലിവറി ചെയ്യാനുള്ള ഒരു സംഭവം ഉള്ളിലാണുള്ളത്. അപ്പോൾ അങ്ങനെ പെയിന് വന്നു പോയി, അങ്ങനെ കുറേ പേരൊക്കെ പോയി. പിന്നെ നമുക്കിങ്ങനെ വെള്ളം കുടിക്കണം തോന്നുന്നു. പിന്നെ ഞാൻ കുറച്ചുകൂടി ഫ്രീ ആയി. കാരണം പെയിന് കൊണ്ട് ഫ്രീ ആയി എന്നല്ല, എല്ലാവരും പോയി. പിന്നെ എനിക്കൊന്നും കാണാനില്ല, എനിക്ക് ഈ പെയിന് വന്ന് പോകാമെന്നല്ലാതെ. അതിനിടയിൽ ഞാൻ പിന്നെ പുറത്തുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വരാൻ വേണ്ടി, പുറത്തൊന്നും നമുക്ക് ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഏകമുള്ളൊരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നമ്മളുടെ പാരൻസ് തരുന്ന വെള്ളം അവർ നമുക്ക് ഉള്ളിൽ കൊണ്ടുതരും. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാൻ തുടങ്ങി ദാഹിക്കുന്നുണ്ട്, വെള്ളം വേണമെന്ന്. അപ്പോൾ അവിടെയുള്ള അസിസ്റ്റൻ്റ് വെള്ളം വാങ്ങിക്കാനോ അല്ലെങ്കിൽ നമ്മളുടെ പാരൻസിൻ്റെ അടുത്ത് പോകും. അവർ തരുന്ന കഞ്ഞിവെള്ളമോ ചൂടുവെള്ളമൊക്കെ നമുക്ക് കൊണ്ടുതരും. അത് മാത്രം കുടിക്കുക. ആ ഒരു വെള്ളം മാത്രമേ പിന്നെ നമുക്ക് ആ ഒരു ടൈമിന് കുടിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ചൂടുള്ള വെള്ളമായിരിക്കും, അത് നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഇടയ്ക്ക് കുറേ തവണ വെള്ളത്തിന് വേണ്ടിയൊക്കെ പറഞ്ഞു. അതിന് വെള്ളമൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ കുറേ സമയമായിട്ട് എനിക്ക് പിന്നെ ഈ പെയിന് വന്ന് പോവല്ലാതെ ഈ ഒരു യൂട്രസിന് വികാസം വന്നിട്ട് കുഞ്ഞ് പുറത്ത് വരുന്നില്ല. എത്രയോ 10 സെൻറ്റിമീറ്റേഴ്സ് എങ്ങാൻ നമ്മുടെ വജൈനൽ ഏരിയ വികസിച്ചാൽ മാത്രമേ കുഞ്ഞിന് തല പുറത്ത് വരാനുള്ള ഒരു ഇതാവത്തുള്ളൂ. അപ്പോൾ ആ ഒരു വികാസം വരുന്നില്ല. അതിനിടയിൽ ഇവർ PV ഒക്കെ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. പെയിൻഫുള്ളാണ് PV, പക്ഷേ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ അവർ നമ്മളെ കുറേ പെയിന് വന്ന് പോയതുകൊണ്ടാവണം പിന്നെ അവർ നമ്മളെ കൂടുതലായിട്ട് മൈൻഡ് ചെയ്യാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. നമ്മളെ നല്ല മീൻസ് പെയിന് വന്നിട്ട് നമ്മളുടെ ഒരു ടൈം കഴിഞ്ഞതുകൊണ്ടായിരിക്കാം മേ ബി. കാരണം നമുക്ക് ഇത്രയും നേരം നമ്മളെ അവർ ശ്രദ്ധിച്ചു, പക്ഷേ ഇപ്പോഴും പെയിന് വരുന്നില്ല. അപ്പോൾ ആയിട്ടില്ല എന്നുള്ളൊരു തോട്ടിലായിരിക്കണം. പിന്നെ കുറേ സമയം അവർ ഒരു പുലർച്ചെ തൊട്ടിട്ട് കുറേ സമയം എന്നെ തീരെ ശ്രദ്ധിക്കാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇതിനിടയിൽ നമുക്കിങ്ങനെ ചോദിക്കാം, നമുക്കിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഈ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ നമ്മളുടെ ഒരു ഏജ് ഗ്രൂപ്പാണ് എല്ലാവരും. അപ്പം നമുക്ക് കുറച്ചുകൂടി കണക്റ്റ് ആവുക അവരായിട്ടായിരിക്കും. ബാക്കി സീനിയർ നഴ്സുമാരൊക്കെയാണ്. അപ്പോൾ അവരൊക്കെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവരാണ്. പിന്നെ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ള ഡെലിവറി സ്റ്റോറിയിലൊക്കെ കേട്ടിട്ടുണ്ട്, നഴ്സുമാർ ചീത്ത പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പേടിയായിട്ടുള്ളത് കാരണം ഞാൻ പിന്നെ ഒന്നും ചോദിക്കാനൊന്നും പോയില്ല. പക്ഷേ സ്റ്റുഡൻസുമായിട്ട് നമുക്കിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമായിരുന്നു. അങ്ങനെ ഒരു ടൈം കഴിഞ്ഞപ്പോൾ അവരുടെ ഷിഫ്റ്റ് കഴിഞ്ഞതാവണം. അപ്പോൾ നമ്മൾ അത്രയും സമയം സംസാരിച്ചുകൊണ്ടിരുന്ന സിസ്റ്റേഴ്സ്, നഴ്സിംഗ് സ്റ്റുഡൻസ് ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങി. പിന്നെ വരുന്നത് കുറച്ച് പുതിയ പിള്ളേരാണ്. അപ്പം നമ്മളെ ഈ ഒരു ഇത്ര ടൈമായി എന്നുള്ളത് ഇവരാണ് നമ്മളെ നോർമലി കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ കഴിഞ്ഞ് പുതിയ ആൾ വന്നപ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കണക്റ്റ് ആവാനോ പറ്റില്ല കേട്ടോ. അതുവരെ അവരുമൊക്കെ ആയിട്ട് നമ്മളെ ഇങ്ങനെ കെയർ ചെയ്തുകൊണ്ട് ഈ പിള്ളേർ അവിടെ ഉണ്ടായിരുന്നു, നഴ്സിംഗ് സ്റ്റുഡൻസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പോയി, അവർ നമ്മളിങ്ങനെ ട്രിപ്പ് ഇടും, എല്ലാ കാര്യങ്ങളും അവരാണല്ലോ ചെയ്യുക. നമുക്ക് കൂടുതൽ സംസാരിക്കാനും പറ്റുമായിരുന്നു അവരോട്. കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മീൻസ് ഇതാണോ ആയോ എന്നുള്ളതൊക്കെ നമുക്ക് അവരോട് ചോദിക്കാം. അപ്പോൾ അവർ നമ്മളെ ശരിക്കും ഹെൽപ്പ് ചെയ്യും, ആശ്വസിപ്പിക്കും. പക്ഷെ അതൊക്കെ കഴിഞ്ഞു, അവരെ ഷിഫ്റ്റ് കഴിഞ്ഞപ്പോൾ അതോടെ കഴിഞ്ഞു. പിന്നെ അടുത്ത ഷിഫ്റ്റിനുള്ള പിള്ളേർ കയറി. അപ്പോഴേക്കും നമുക്കങ്ങനെ കണക്റ്റ് ആവാൻ വേണ്ടിയിട്ട് പറ്റത്തില്ലല്ലോ. അങ്ങനെ പുതിയ പിള്ളേർ കയറി. പിന്നെ എനിക്കിങ്ങനെ പെയിൻ്റെ ഡ്യൂറേഷൻ കുറഞ്ഞു തുടങ്ങി. മീൻസ് പെയിന് വരിക, പിന്നെ അധികം ഡ്യൂറേഷൻ ഇല്ലാതെ അടുത്ത പെയിന് വരിക, അങ്ങനെയായി തുടങ്ങി കേട്ടോ. അങ്ങനെ ഒരു പുലർച്ചയായി, നോ രക്ഷ. ഡെലിവറി നടന്നില്ല. ഈ പെയിൻ ഇങ്ങനെ വരിക, ടോയ്ലറ്റ് പോകണമെന്ന് തോന്നുക, മാറിയിരിക്കുക, മീൻസ് ആ സ്റ്റൂളിലേക്ക് ഇരിക്കുക, ആ ഒരു ടെൻഡൻസി വരുമ്പോൾ ആ സ്റ്റൂളിലേക്ക് ഇരിക്കുക എന്നല്ലാതെ എന്ത് ചെയ്തിട്ടും ഈ ഒരു നമ്മളുടെ ഡെലിവറി നടക്കുന്നില്ല. അങ്ങനെയൊക്കെ ആയപ്പോൾ പിന്നെ എനിക്ക് എൻ്റെ പെയിന് എക്സ്ട്രീമായി തുടങ്ങി. പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത പെയിനായി തുടങ്ങി. പിന്നെ ഞാൻ കുറേ നമ്മളിങ്ങനെ കരയും കേട്ടോ. കരയുക വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണുനീര് വരുന്ന ഒരു ഫീലിംഗ് അല്ല, പക്ഷെ നമുക്ക് പെയിന് വന്നിട്ട് നമ്മളായിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി പോകും. നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ സൗണ്ട് വന്നു പോകും, നമ്മൾ കരഞ്ഞു പോകും. അപ്പോൾ അങ്ങനെയുള്ള പെയിന് വരാൻ തുടങ്ങി, സ്ട്രോങ് ആയിട്ട് പെയിന് വരാൻ തുടങ്ങി. പിന്നെ ഈ പെയിൻ്റെ ഇടയിൽ കുറേ ഡ്യൂറേഷൻ ഉണ്ടാവുമല്ലോ, അപ്പോഴും പിന്നെയും നമ്മൾ കുറച്ച് ഇങ്ങനെ റിലാക്സ്ഡ് ആണ്. പിന്നെ എപ്പോഴാണെന്നറിയില്ല എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചതെന്ന് പിന്നെ എനിക്ക് റിമെമ്പർ ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഇങ്ങനെ പെയിന് വരിക പോവുക, പെയിന് വരിക പോവുക, പെയിന് വരിക പോവുക, അങ്ങനെയുള്ള കുറേ ഒരു സംഭവമായിരുന്നു. അത് കഴിഞ്ഞ് ഈ ഒരു സംഭവം ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഇത് നടന്നുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അത്രയും നേരം ശ്രദ്ധിച്ചവർ കൂടുതൽ ശ്രദ്ധിക്കാതെയായി. പിന്നെ ഈ ഒരു മോർണിംഗ് ഒക്കെ ആവാനായിട്ടുണ്ടാവണം. എന്തായാലും പുലർച്ചെ കഴിഞ്ഞു, ഒരു സൂര്യനൊക്കെ മീൻസ് ഒരു ലൈറ്റൊക്കെ വരാൻ തുടങ്ങി. ആ ഒരു ടൈമിൽ നമുക്ക് അവിടേക്കൊന്നും കാണില്ല, പക്ഷെ ആ ഒരു ടൈമായി. അപ്പോഴേക്ക് ഷിഫ്റ്റ് മാറി. പിന്നെ ഡോക്ടേഴ്സ്
മോർണിംഗ് എനിക്ക് തോന്നുന്നു 8 o'clock അല്ലെങ്കിൽ 7:30 അങ്ങനെ എന്തോ ഒരു ടൈം ആകുമ്പോഴാണ് ഡോക്ടേഴ്സ് മീൻസ് എൻ്റെ പ്രഗ്നൻസിയിൽ ഞാൻ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഡോക്ടർ ആ ഒരു സമയത്താണ് വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് വന്നപ്പോഴാണ് എന്നെ അറിയാം, മീൻസ് ഞാൻ ആ ഒരു ലാസ്റ്റ് PUക്കൊന്നും ഞാൻ ഒട്ടും കോപ്പറേറ്റ് ചെയ്യാത്തത് കൊണ്ട് നമ്മളിങ്ങനെ ക്ലാസ്സിൽ വീക്കായിട്ടുള്ള സ്റ്റുഡൻസിനെ ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ നമ്മളെപ്പോഴും ഓർത്ത് വെക്കലോ. ഈ ഒരു ആവറേജസിനെ നമ്മൾ പലപ്പോഴും ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു കൈൻഡായിരുന്നു. എന്താ പറയുക, നമ്മളൊരുപാട് വേദന സഫർ ചെയ്യുന്നവർ അല്ലെങ്കിൽ അതൊന്നും പിടിച്ചു നിർത്താൻ പറ്റുന്നവരെയും ഡോക്ടർ ഓർത്തിരിക്കും, നമ്മൾ ഒട്ടും ക്ഷമിക്കാത്തവരെയും ഡോക്ടർ ഓർത്തിരിക്കും. അങ്ങനെ ഒട്ടും ക്ഷമിക്കാത്തവരിൽ ഓർത്തിരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അങ്ങനെ PU ചെയ്യുമ്പോൾ ഞാൻ ഒട്ടും കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായില്ല. എനിക്ക് പെയിന് കുറച്ച് പേടിയാണ്. അപ്പോൾ ആ ഒരു ഇതിലാവണം എന്നെ ഡോക്ടർ നന്നായിട്ട് അറിയായിരുന്നു. പിന്നെ എൻ്റെ പ്രിസ്ക്രിപ്ഷനിൽ ശരിക്കും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് 50-50 ചാൻസ് ആണ് ഈ ഒരു ഡെലിവറിക്ക്, 50-50 ചാൻസ് ആണെന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നമ്മളെടുത്ത്. അപ്പോൾ എനിക്കിതൊരു C-സെക്ഷനിലേക്ക് പോവാം, മീൻസ് എന്നെക്കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ഒരു C-സെക്ഷനിലേക്ക് വിടുമായിരിക്കും എന്നുള്ള തോട്ട് എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ നമുക്കൊരിക്കലും ഇത് നഴ്സിനോട് പറയാൻ പറ്റിയിട്ടുള്ളൊരു സംഭവമല്ല. കാരണം അവരാണ് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരോട് നമുക്കിത് അങ്ങോട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ എനിക്കിങ്ങനെ പെയിൻ വന്ന് പോയപ്പോഴും എന്നെക്കൊണ്ട് പറ്റുന്നില്ല. പിന്നെ അവർ നമ്മളെടുത്ത് പറയും കേട്ടോ, നേഴ്സ് ഈ ഒരു ഡ്യൂട്ടി ടൈം പറയും പുഷ് ചെയ്യ് കുഞ്ഞായിട്ട് പുറത്തില്ല, നമ്മൾ പുഷ് ചെയ്യണം, മാക്സിമം പുഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പുഷ് ചെയ്യുന്നുണ്ട്, എൻ്റെ മാക്സിമം കൊടുത്ത് പുഷ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 7:30 ഒക്കെ ആയപ്പോഴേക്കും എൻ്റെ ഡോക്ടർ വന്നു. ഡോക്ടർ വന്നപ്പം എന്താ പറയുക, അതിന് മുൻപ് കുറച്ച് മുൻപ് വേറൊരു മെയിൻ ഡോക്ടർ, വേറെ ഇതേപോലെ ഒരാളല്ലല്ലോ ഡ്യൂട്ടിക്ക് ഉണ്ടാവുക, വേറൊരു മെയിൻ സിസ്റ്ററോ നഴ്സോ ഡോക്ടറോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ എൻ്റർ ആവുന്ന സമയത്ത് ഞാൻ അങ്ങനെ അവർ എൻ്റർ ആവുന്നതിൻ്റെ ഫസ്റ്റ് കാണുന്ന ബെഡ് എൻ്റെയാണ്. അപ്പം നമ്മളിങ്ങനെ കാല് രണ്ടും വിടർത്തി വെച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. അവിടെ നിന്ന് കണ്ടപ്പം അയ്യോ ഈ കുട്ടിയുടെ ഡെലിവറീൻ്റെ ടൈം ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ആ ഡോക്ടർ എൻ്റർ ആവുന്നത്. അതെനിക്ക് ശരിക്ക് അപ്പോഴേക്കാണ് ആയിട്ടില്ലല്ലോ, നമ്മൾ കുറച്ച് മുന്നേ കൂടെ നോക്കിയതാണെന്ന് ഇവിടെയുള്ള നഴ്സുമാർ പറയുന്നു. അയ്യോ നിങ്ങൾ ശ്രദ്ധിച്ചില്ല, ഷിഫ്റ്റ് ചെയ്യുക കുട്ടി, ഷിഫ്റ്റ് ചെയ്യൂ ലാബ് റൂമിലേക്ക് എന്ന് പറയുന്നുണ്ട് അവർ. അപ്പോൾ എന്നെ ഷിഫ്റ്റ് ചെയ്യാൻ ഒരുങ്ങുമ്പോഴാണ് എൻ്റെ ഡോക്ടർ വരുന്നത്. അങ്ങനെ എന്നെ ഷിഫ്റ്റ് ചെയ്തു, ആ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. മീൻസ് നമ്മളുടെ ഡെലിവറി പ്രോസസ്സായി തുടങ്ങിയിട്ടില്ല, പക്ഷേ എന്നെ ഷിഫ്റ്റ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോഴാണ് എൻ്റെ കൺസൾട്ട് ചെയ്ത ഡോക്ടർ വരുന്നത്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, അയ്യോ ഈ കുട്ടിക്ക് 50-50 ചാൻസ് ആണല്ലോ, നിങ്ങൾ എന്താ ഇത്രയും ടൈം വെച്ചിട്ടുണ്ടായിരുന്നത്, എപ്പോഴേ കുട്ടിയെ കൊണ്ടുവന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാനൊരു 10-11 മണിയാകുമ്പോഴേക്ക് ലാബ് റൂമിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. എന്നിട്ട് എന്താ ഇത്രയും ഒരു സമയം നിങ്ങൾ വെച്ചുകൊണ്ടിരുന്നത്, പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ വേറെ വഴി നോക്കണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫയറിങ് നടക്കുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് എനിക്കറിയത്തില്ല, അവരുടെ അഭാവമാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്നെ C-സെക്ഷനിലേക്കും ഷിഫ്റ്റ് ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. അപ്പോൾ ഇത്രയും കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊരു കോൾ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. കാരണം കൺസൾട്ടിങ് ഡോക്ടർ ലക്ഷ്മി മാഡം എന്നാണ് പേര്, അവരായിരുന്നു. അപ്പോൾ നിങ്ങളൊരു കോൾ ചെയ്യണ്ടേ, എന്നെ വിളിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്നൊന്നും നടന്നിട്ടില്ല. ഞാൻ കുറേ സമയം പെയിനും വെച്ച് അവിടുന്ന് കുറേ തള്ളി നീക്കിയിട്ടുണ്ട്. അങ്ങനെ ഡോക്ടർ വന്നു, അവിടേക്ക് ഷിഫ്റ്റായി ഡോക്ടർ വന്നു. ഇങ്ങനെ ഇവരുടെ അടുത്തൊക്കെ കുറേ ഫയർ ചെയ്തു. പിന്നെ ഡോക്ടർ അവിടെ ഉള്ള ഒരു ബെഡ് അല്ലെങ്കിൽ ഇതെന്ന് വെക്കുന്ന നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ കാണുന്ന കൈൻഡ് ഓഫ് ഒരു ബെഡ്, നമുക്ക് മാക്സിമം പിന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ബെഡാണ്. അതിൽ നമുക്ക് 2 കാല് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 2 ഇതിലായിട്ട് കുറച്ച് ഹൈറ്റിൽ കാല് വെക്കാൻ വേണ്ടിയിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ നമ്മളുടെ കാലുകൾ ഇങ്ങനെ വിടർന്നിരിക്കുന്ന ഒരു സംഭവമാണ്, ഒരു ചെയർ പോലത്തെ ഒരു ബെഡ് പോലത്തെ ഒരു സംഭവമാണ്. കാലുകൾ ഇങ്ങനെ കയറ്റി വെക്കാനുള്ളതുണ്ടാവും. അപ്പോൾ പിന്നെ ഡോക്ടർക്ക് അവിടെ എവിടെയോ കയറി നിൽക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നിരിക്കണം. എനിക്കിപ്പം മൈൻഡിൽ കൂടുതലൊന്നും ഓർമ്മയില്ല. അവിടെ കയറി നിന്നിട്ട് വയറിങ്ങനെ മാക്സിമം ഡോക്ടർ പുഷ് ചെയ്യുന്നുണ്ട്, മാക്സിമം എന്നോട് പുഷ് ചെയ്യാൻ പറയുന്നുണ്ട്, പുഷ് ചെയ്യുന്നു. എല്ലാവരും കയറിയിട്ട് പുഷ് ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും തള്ളി 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 ഒരു വിധത്തിലും അങ്ങനെയാണ് എൻ്റെ ഡെലിവറി കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അപ്പോഴാണ് നമ്മുടെ മെയിൻ ഡെലിവറി പ്രോസസ്സ് നടക്കുന്നത്. അതുവരെ നമ്മളെ പെയിൻ ഒബ്സർവേഷനിലാണല്ലോ, ഇവിടെ നിന്നുള്ള നമ്മളെ മെയിൻ ഡെലിവറി പ്രോസസ്സ് നടക്കുന്നത്. അങ്ങനെ എല്ലാവരും മീൻസ് ഡോക്ടറും നേഴ്സും എല്ലാവരും കൂടെ ഇങ്ങനെ മാക്സിമം ഒരു സ്ട്രെങ്ത് വെച്ചിട്ട് പുഷ് ചെയ്യുന്നു. എന്നോട് എൻ്റെ മാക്സിമം പുഷ് ചെയ്യാൻ പറയുന്നു, ഞാൻ മാക്സിമം പുഷ് ചെയ്യുന്നു. കുറേ പുഷ് ചെയ്തു. അറ്റ് ലാസ്റ്റ് നമ്മൾക്ക് എന്താ പറയുക, കുറേ പുഷ് ചെയ്തതിനിടയ്ക്ക് ഈ ഒരു പെയിനിനിടയ്ക്ക് നമ്മളുടെ വജൈനൽ ഏരിയ വരെ സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്യും. ഈ സിസേഴ്സൊക്കെ എടുക്കുന്നത് എനിക്ക് ശരിക്കും കാണാം. പക്ഷെ ആ കട്ട് ചെയ്യുന്ന സമയം ആ പെയിൻ എനിക്ക് ഇതിനേക്കാൾ വലിയ പെയിനായിട്ട് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത്രയും പെയിൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുഷിങ്ങിൻ്റെ ഇടയ്ക്ക് നമ്മളിത് മേ ബി ഇത് മരവിച്ചിരിക്കുകയാണോ അല്ലെങ്കിൽ നമ്മൾ അറിയാഞ്ഞിട്ടാണോ, വേദന കൊണ്ട് അറിയാഞ്ഞിട്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഒരു സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ട്, പുഷ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ബേബി വന്നു, താങ്ക് ഗോഡ്. അപ്പോൾ ബേബി വന്നു.
ബേബി വന്നിട്ട് എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാറുണ്ട് എന്ന് തോന്നുന്നു, കുഞ്ഞിനെ കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാറുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എനിക്ക് അവർ കാണിച്ചതിൻ്റെ ഒരു മെമ്മറിയൊന്നും ഇപ്പം ഇല്ല കേട്ടോ. എനിക്ക് ആ പെയിനിൽ ഞാൻ മറന്നു പോയതാണോ പക്ഷേ എന്നെ കാണിച്ചിട്ടില്ലേ എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. എടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, മീൻസ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നോർമലി ഞാൻ കാണുന്നതിലും എല്ലാവരും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് വാവയെ കാണിച്ചു തരും. പക്ഷേ എനിക്കായിട്ട് ഇങ്ങനെ കാണിച്ചു തന്നൊരു ഫീല്, ഒരു തോട്ട് അല്ലെങ്കിൽ ഒരു മെമ്മറി എനിക്കില്ല. എനിക്ക് കാണിച്ചു തന്നിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ഡെലിവറി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഡെലിവറി കഴിഞ്ഞത്. അതുകൊണ്ടായിരിക്കണം മേ ബി എടുക്കുന്നു അവയെ കൊണ്ടുപോകുന്നു. അപ്പോൾ ഒരു ഡെലിവറി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ഫ്രീ ആയി. ഓക്കെ, നമ്മുടെ ആ പെയിന് കഴിഞ്ഞല്ലോ. പിന്നെ നമുക്ക് വരുന്ന പെയിന് ഈ ബേബി കിടന്നിട്ടുള്ള ഈ സംഭവങ്ങളൊക്കെ ഫുള്ളി ക്ലീൻ ചെയ്യണം. അത് തന്നെ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യും. തന്നെ പുറത്ത് വരുന്നവരുണ്ട്, തന്നെ പുറത്ത് വരാത്തവരുണ്ട്. എൻ്റെ കേസിൽ അത് തന്നെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ PV ചെയ്യും പോലെ ഫുള്ള് എടുത്തിട്ട് സംഭവങ്ങളൊക്കെ പുറത്തെടുക്കും. അപ്പോൾ നമുക്കത് ഭയങ്കര പെയിൻഫുള്ളാണ്. കാരണം ഇപ്പോഴേ ഇവിടെ കട്ട് ചെയ്തിട്ടുള്ള ആ സംഭവങ്ങളൊക്കെയാണ്. പക്ഷെ അതിനിടയിൽ അവർ കൈ വെച്ചിട്ട് ഇതൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര പെയിൻഫുള്ളാണ്. എനിക്കത് ഇപ്പോഴും ഇങ്ങനെ ഒരു പേടി സ്വപ്നമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ ഒട്ടും കോപ്പറേറ്റ് ചെയ്യുന്നില്ല, എനിക്ക് പെയിനാണ്. അങ്ങനെ കുറേ ആ ഒരു പെയിൻ എനിക്ക് ശരിക്കും മെമ്മറിയിലുണ്ട്. അതിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്നോട് പറയുന്നു, കുട്ടി നീ ഇത് കോപ്പറേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഉള്ളിലാവും, പിന്നെ നിനക്ക് കോംപ്ലിക്കേഷൻസ് കൂടും, സോ നീ കോപ്പറേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ നമ്മളെ പേടിപ്പിക്കും. ആ ഒരു പേടിയുടെ ഇടയ്ക്ക് പിന്നെ നമ്മൾ കോപ്പറേറ്റ് ചെയ്യും. കാരണം അത് അവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ അതിലും വലിയ പ്രശ്നമാണ്. പിന്നെ വീണ്ടും ഇതിങ്ങനെ ചെയ്യേണ്ടി വരും, അങ്ങനെ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ പേടിച്ചിട്ട് പിന്നെ കോപ്പറേറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ വേദനകളെ മാക്സിമം പിടിച്ച് കോപ്പറേറ്റ് ചെയ്ത് കൊടുത്തു. അതിനിടയിൽ അവർ ക്ലീൻ ചെയ്തു. അപ്പോൾ തന്നെ നമുക്കിങ്ങനെ അവരത് കാണുമ്പോൾ ഫുള്ളി ക്ലീൻ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ് അവരപ്പോഴും. അത് കഴിഞ്ഞ് ആ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. പിന്നെ സ്റ്റിച്ച് ഇടാൻ പോകുന്നതിന് മുൻപാണോ മുന്നെയാണോ ശേഷമാണോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ അടുത്ത് ചോദിച്ചു, ഇനി ഒരു 3 years ഡെലിവറീനെ പറ്റി ചിന്തിക്കരുത്. അപ്പോൾ ഒരു 3 years ഡെലിവറീനെ പറ്റി ചിന്തിക്കരുത്, കാരണം അതിനുള്ള ഒരു ഇത് നിനക്കില്ല, കപ്പാസിറ്റി ഇല്ല, സോ അത് കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഉണ്ടാകത്തില്ല മീൻസ് ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് പറയുന്നു. അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് ഇങ്ങനൊരു പ്രഗ്നൻസി പ്രിവെൻഷൻ മെത്തേഡ് ഉണ്ട്, കോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. ഇത് ഞങ്ങൾ ഇൻസേർട്ട് ചെയ്യണോ പ്രിവെൻഷൻ മെത്തേഡാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും പെയിൻഫുൾ ആയിട്ടുള്ളൊരു ഡെലിവറി കഴിയുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി ഞാൻ വിചാരിക്കും ഈശ്വര ഇട്ടോട്ടെ എന്നുള്ളൊരു തോട്ടായി എനിക്ക്. എന്ത് ചെയ്തിട്ടായാലും കുഴപ്പമില്ല, അത് ഇട്ടോളൂ. ഇനി ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു പെയിനിൻ്റെ കൂടെ അതും കൂടെ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു സംഭവം കഴിഞ്ഞല്ലോ എന്നുള്ളൊരു തോട്ടിലാണ് ഞാൻ ഓക്കെ പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഹസ്ബൻഡിൻ്റെ കൺസെൻറ്റ് കൂടെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുറത്ത് പോയപ്പം ഹസ്ബൻഡ് എന്തോ വാങ്ങിക്കാൻ വേണ്ടി പുറത്ത് പോയത് കാരണം എൻ്റെ അമ്മയുടെ അടുത്താണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മ സൈൻ ചെയ്തൊക്കെ കൊടുത്തു. അപ്പം എൻ്റെ സൈഡൊന്നും ഉള്ള 2 കൺഫർമേഷൻ കിട്ടി. അപ്പോൾ അവർ എൻ്റെ ഡെലിവറിയുടെ കൂടെ എനിക്ക് കോപ്പർട്ടി ഇൻസേർട്ട് ചെയ്ത് തരുന്നു. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. സ്റ്റിച്ച് ചെയ്യാൻ പോകുമ്പോൾ നമുക്കൊരു ഇഞ്ചക്ഷൻ വെച്ചിട്ട് തരിപ്പിക്കും കേട്ടോ. അപ്പോഴൊന്നും നമുക്ക് കൂടുതൽ പെയിനൊന്നുമില്ല, മീൻസ് ആ ഒരു പെയിനില്ല. അപ്പോൾ അവർ ചെറിയൊരു നീഡിലാണ്. അപ്പോൾ അത് കുത്തുന്നത് നമ്മളറിയും, കുഴപ്പമില്ലാത്ത നമുക്ക് നല്ലപോലെ സഹിക്കാൻ പറ്റുന്നൊരു കുത്തൽ. പിന്നെ നമ്മളൊന്നും അറിയുന്നില്ല. പിന്നെ ഇങ്ങനെ ഈ നൂല് വലിയുന്നത് നമുക്ക് പെയിനായിട്ടല്ല, പക്ഷെ ഫീൽ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ത്രെഡ് വലിയുന്നൊരു ഫീൽ. അങ്ങനെ അവർ സ്റ്റിച്ച് ചെയ്യുന്നു. അങ്ങനെ സംഭവങ്ങളൊക്കെ കഴിയുന്നു, സ്റ്റിച്ച് ചെയ്യുന്നു, ബാക്കിയൊക്കെ ക്ലീൻ ആക്കിയിട്ട് പിന്നെ എല്ലാവരെയും കുറച്ച് സമയം ഒബ്സർവേഷനിൽ എവിടെയോ വെക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ എന്നെ ഒരു പ്രത്യേകം ഒരു ഒബ്സർവേഷനിലേക്കാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഇവിടുന്ന് ഡെലിവറി കഴിയുന്നവരെ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യാമെന്ന് എനിക്കറിയത്തില്ല, കാരണം ഞാൻ കൂടുതലായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉള്ളവരെ ഷിഫ്റ്റ് ചെയ്യുന്നൊരു ഏരിയയാണ്. അവിടെ എൻ്റെ മുന്നേ ആണെന്നുണ്ടെങ്കിൽ കുറേ പേര് ഡെലിവറി കഴിഞ്ഞ് പോയിട്ടുണ്ട്. പക്ഷേ അവരാരും എനിക്ക് ആ ഒരു ഒബ്സർവേഷനിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. പ്രത്യേകം കേർട്ടൻസൊക്കെ ഇട്ടിട്ട് ഒരു ചെറിയൊരു റൂം സെറ്റപ്പിലുള്ളൊരു സംഭവമാണ്. അവിടേക്ക് ഒബ്സർവേഷന് വേണ്ടിയിട്ട് വിടുന്നു. നമ്മളെ ഇവിടുന്ന് അങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. വീൽ ചെയറിലാണ് കൊണ്ടുപോവുക. വീൽ ചെയറിൽ കൊണ്ടുപോയിട്ട് അവിടെ ബെഡിൽ കൊണ്ടുപോയി കിടത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോറി കേട്ടോ. അതിനിടയിൽ റൂമിലേക്ക് വന്നു. അപ്പം ഒന്ന് സ്റ്റക്കായിപ്പോയി. അപ്പോൾ നമ്മളൊരു പ്രത്യേകം ഒരു റൂമിലേക്ക് മീൻസ് ഒരു ഒബ്സർവേഷൻ വാർഡാണ്, അവിടേക്കാണ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ എല്ലാവരും അങ്ങനെ കുറേ പേര് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ നമുക്ക് ബൈസ്റ്റാൻഡേഴ്സൊക്കെ നമ്മളെ അടുത്ത് ഇടയ്ക്ക് വരും, നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വരും. പക്ഷെ അങ്ങനെയൊന്നും ഞാൻ അവിടെ അങ്ങനെ ഒരു ഒച്ച അനക്കൊന്നും അവിടെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഉറപ്പിക്കാൻ പറ്റി
എല്ലാവരെയും ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമല്ല. കുറച്ച് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉള്ളവരെ മാത്രം ആ ഒരു റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലായത്. കാരണം ഞാനൊരാൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പ്രത്യേകം കേർട്ടൻസ് ഒക്കെ ഇടും. അപ്പം നമ്മളുള്ള ഒരു ഏരിയ സെപ്പറേറ്റഡ് ആയിട്ട് നമുക്ക് പുറത്തുള്ളവരെ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ അമ്മയ്ക്കും എല്ലാവർക്കും നമ്മളെ കാണാൻ വേണ്ടിയിട്ടൊരു സമയമൊക്കെ കിട്ടും. പക്ഷെ അതൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പീരീഡിൽ നമ്മൾ കൂടുതൽ സ്ട്രഗിൾ ചെയ്തു എന്നല്ല, ഈ ഒരു ഡെലിവറി നടക്കുന്ന സമയത്ത് ഞാനന്ന് നല്ല മെലിഞ്ഞിട്ടായിരുന്നു. എൻ്റെ യൂട്രസിന് മോളെ താങ്ങാൻ മാത്രമുള്ള കപ്പാസിറ്റി ഇല്ല. മീൻസ് അത്രയും നമുക്ക് വെയിറ്റ് ഉണ്ടായിരുന്നു, 3100 വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് കുറച്ചധികം കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. കുഞ്ഞിന് പുറത്ത് വരാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ ഡെലിവറി സമയത്ത് കുറേ അവരിങ്ങനെ സ്ട്രഗിൾ ചെയ്യുമ്പോഴാണ് അവരുടെ തല ഇങ്ങനെ കുറച്ച് നീണ്ടിരിക്കും. അങ്ങനെ മോളുടെ തല കുറച്ചിങ്ങനെ നീണ്ടിട്ടായിരുന്നു ഡെലിവറിയുടെ സമയത്ത്. എന്താണെന്നറിയില്ല, അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടതാണ്, എന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല. കുറച്ച് നീണ്ടിട്ടായിരുന്നു. പിന്നെ ഒരു 2-3 ഡേയ്സൊക്കെ കഴിയുമ്പോഴേക്കത് നോർമലായി വന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വാർഡിൽ നമ്മൾ ഇടുമ്പോൾ ഞാൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് എനിക്കിതിൻ്റെ ഡെപ്ത് എത്രയാണെന്നുള്ളത് മനസ്സിലാവുന്നത്. കാരണം ഞാനൊരാൾ, അപ്പോൾ നമ്മളെ പുറത്തുള്ള ആരും നമ്മളെ കാണില്ല. ഇതിനിടയിൽ ഒരൊറ്റ തവണ എൻ്റെ ഏട്ടൻ എന്നെ കണ്ടിട്ടില്ല, ഡെലിവറി കഴിഞ്ഞിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് വന്നു. ഫസ്റ്റ് വന്നത് എൻ്റെ പാപ്പനാണ്. അപ്പോൾ പാപ്പൻ വന്നു. പാപ്പന് കിട്ടിയ ചാൻസിന് കയറി എന്നെ ഒന്ന് കണ്ടു, തിരിച്ചു പോയി. അപ്പോൾ ഏട്ടൻ പിന്നെ കുറച്ച് അങ്ങനെ വരാനൊക്കെ പേടിയുള്ള കൂട്ടത്തിലാണ്. അങ്ങനെ ഇവർ ചീത്ത പറയുന്നുള്ളൊരു ഇതിലൊക്കെയാണ്. അപ്പോൾ പാപ്പൻ വന്ന് കണ്ടു. അങ്ങനെ പ്രത്യേകിച്ച് ജെൻസിന് അവിടേക്ക് അലൗഡ് അല്ല. നമ്മളുടെ കൂടെ അപ്പുറത്ത് ആരുണ്ടായിരുന്നില്ലെങ്കിൽ കൂടി ഇങ്ങനെ വേറെ ലേഡീസൊക്കെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ആ ഒരു സ്ഥലത്തേക്ക് ജെൻസിന് എൻട്രി റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. അപ്പോൾ വരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു സിറ്റുവേഷനില്ല. പക്ഷേ എങ്ങനെയോ പാപ്പൻ വന്ന് കണ്ടു. അപ്പോൾ പാപ്പൻ പുറത്തുനിന്ന് എങ്ങനെയൊക്കെയോ അതിൻ്റെ ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെയായിട്ട് ഒരൊറ്റ തവണ വന്ന് കണ്ടു. ആ കാണലിൽ ഇത് നേഴ്സ് പൊക്കി, അവിടെ ഉണ്ടായിരുന്ന ഡ്യൂട്ടി നേഴ്സ് പൊക്കി. നല്ല വഴക്ക് കേട്ടു കേട്ടോ. നല്ല വഴക്കെന്ന് വെച്ചാൽ നല്ല വഴക്ക് കേട്ടു. കാരണം ആ ഒരു സമയത്ത് എന്താ പറയുക, അങ്ങനെ നമ്മൾ വരുന്ന സമയത്ത് വേറെ ആളുണ്ടെങ്കിലോ എന്നൊക്കെയുള്ള രീതിക്കാണ് കുറേ അധികം വഴക്ക് കിട്ടി. ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾക്ക് ലേഡീസിന് അവിടേക്ക് എൻട്രി ഉണ്ടായിരുന്നു. കാരണം നമ്മളെ ഡോക്ടർ ചെക്കപ്പിനൊക്കെ വരുമ്പോൾ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ, നമ്മളുടെ സൈഡിൽ നിന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ നമ്മളിങ്ങനെ ആ ഒരു സമയത്ത് ബ്ലീഡിങ്ങിൻ്റെ സമയത്ത് വെക്കുന്ന കോട്ടൺസൊക്കെ റിമൂവ് ചെയ്യുക, അതൊക്കെ നമ്മളുടെ ബൈസ്റ്റാൻഡേഴ്സ് നമുക്ക് ചെയ്തു തരണം. കാരണം നമുക്കൊരിക്കലും ഒറ്റയ്ക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. കാരണം നമ്മൾ ബെഡിൽ തന്നെയായിരുന്നു. നമുക്ക് എഴുന്നേൽക്കാനോ ഇരിക്കാനോ പറ്റാത്തൊരവസ്ഥയായിരുന്നു. നമുക്കല്ല, എനിക്ക് ആ ഒരു ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഒരു 24 hours എന്നെ ആ ഒരു ഒബ്സർവേഷനിൽ തന്നെ കുറേ ടൈം വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നെക്സ്റ്റ് ഡേ വരെ എന്നെ ആ ഒബ്സർവേഷനിൽ തന്നെ ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ പിറ്റേന്ന് രാവിലെ നമ്മൾ ഡെലിവറി കഴിയുന്നത് ഒരു ദിവസം രാവിലെയാണ്. പിറ്റേന്ന് രാവിലെ നഴ്സും ഡോക്ടറും വന്നു. അതിനിടയിലൊക്കെ അവർ കുറേ തവണ വന്നിട്ടുണ്ട്. പിറ്റേന്ന് രാവിലെ വരുന്നു, നമുക്ക് വീണ്ടും PV ചെയ്യുന്നു. അതിനുള്ളിലുള്ള കോട്ടൺസ് നമ്മളുടെ വജൈനൽ ഏരിയൻ്റെ അകത്തേക്ക് ആ ഒരു ഗ്യാപ്പിലേക്ക് കുറേ കോട്ടൺസൊക്കെ വെക്കും, ഈ വേസ്റ്റ് കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കോട്ടൺസൊക്കെ റിമൂവ് ചെയ്യുന്നതൊക്കെ ശരിക്കും ആ ഒരു ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സംഭവം എനിക്ക് ഭയങ്കര പെയിൻഫുള്ളായി മാറി. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഡെലിവറി പേടി. അപ്പോൾ കോട്ടൺസ് റിമൂവ് ചെയ്യുന്നു, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇതിനിടയിൽ കഴിഞ്ഞു. അങ്ങനെ ഒരു ഫുൾ ഡേ, ഒരു 24 hours തന്നെ ഞാൻ ആ ഒരു ഒബ്സർവേഷനിലുണ്ടായിരുന്നു. എൻ്റെ ഡെലിവറി നടക്കുന്നത് 11 മണിക്ക് കയറി, അതായത് രാത്രി 11 മണിക്ക് കയറിയിട്ട് നെക്സ്റ്റ് ഡേ 8 മണിക്ക് ശേഷമാണ് എൻ്റെ ഡെലിവറി നടക്കുന്നത്. അപ്പോൾ അത്രയും ടൈം നമ്മൾ ഈ ലേബർ റൂമിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് 24 hours ഞാനിവിടെ ഒബ്സർവേഷനിലായിരുന്നു. അപ്പോൾ കുഞ്ഞിനെ നമ്മളുടെ അടുത്ത് കിടത്താം, ഫീഡ് ചെയ്യാം, ബേബിയെ തിരിച്ച് അവർ കൊണ്ടുപോകും. മീൻസ് നമ്മളുടെ റിലേറ്റീവ്സ്, പാരൻസോ അങ്ങനെ ആരെങ്കിലും കൊണ്ടുപോകും. അപ്പം അത്രയും സമയം നമ്മളുടെ അടുത്ത് ബേബി ഉണ്ടാവത്തില്ല, ഇവരും ഫീഡ് ചെയ്യും, തിരിച്ചു കൊണ്ടുപോകും. അങ്ങനെയുള്ളൊരു സംഭവമായിരുന്നു. അപ്പം ഫസ്റ്റ് ഫീഡിങ്ങിനൊക്കെ വേണ്ടി കൊണ്ടുവരുമല്ലോ, അപ്പോഴൊക്കെയാണ് വാവനെ കണ്ട് എനിക്ക് കൂടുതലായിട്ട് ഓർമ്മയുള്ളത് ആ സമയത്ത്. പിന്നെ അവർ തിരിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെ നമ്മൾ ഈ ഒബ്സർവേഷൻ ഒരു 24 hours ഇട്ടതിന് ശേഷം നെക്സ്റ്റ് ഡേ ആണ് എന്നെ റൂമിലേക്ക് ഈ ഒരു സംഭവമൊക്കെ കഴിഞ്ഞിട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള കാര്യം അതിലും ഭീകരമായിരുന്നു. കാരണം നമുക്ക് ആ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാനോ നടക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ നടന്നു പോകണം. അങ്ങനെ നമുക്ക് കാലൊന്നും അടുപ്പിച്ച് വെച്ച് നടന്നു പോകാനേ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അത്രയ്ക്ക് പെയിൻഫുള്ളായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ കിടന്നിട്ട് എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല.
പിന്നെ ഈ വാർഡിൽ നമുക്ക് കിടന്നിട്ട് ബേബീനെ ഫീഡ് ചെയ്യാൻ അവർ സമ്മതിക്കത്തില്ല, കാരണം അത്രയും കുഞ്ഞാണ്. അപ്പോൾ അവർക്ക് ഇതൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പം എന്താ പറയുക, അതുകൊണ്ട് തന്നെ നമ്മൾ കിടന്ന് ഫീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് തരിപ്പ് പോകുന്നുള്ളതൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ കിടന്നിട്ട് ഫീഡ് ചെയ്യാൻ അവർ സമ്മതിക്കത്തില്ല, ഇരുന്നിട്ട് ഫീഡ് ചെയ്യണം. അപ്പോൾ ഈ എഴുന്നേറ്റിരിക്കുക എന്ന് പറയുന്നത് അമ്മോ, എനിക്കിപ്പോഴും ആലോചിക്കുമ്പോൾ പേടിയിരുന്ന ഒരു സംഭവമാണ്. അങ്ങനെ എഴുന്നേറ്റിരിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഈ കൂടുതൽ സ്റ്റിച്ച് ഉണ്ടായതുകൊണ്ട് തന്നെ നോർമലി എല്ലാവർക്കും എഴുന്നേറ്റിരിക്കാനൊക്കെ പെട്ടെന്ന് തന്നെ പറ്റുന്നുണ്ട്, പക്ഷേ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എഴുന്നേറ്റിരുന്നു, ഫീഡ് ചെയ്യുന്നു, പിന്നെ നമ്മൾ കിടക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് അതിലും പെയിൻഫുൾ ആയിട്ടുള്ള സംഭവമാണ് ഫുഡ് കഴിക്കാനിരിക്കുന്നത്. നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോൾ അവിടെ സ്റ്റൂളാണ് ഉണ്ടാവുക. അപ്പോൾ ആ സ്റ്റൂളിൽ നമ്മളിങ്ങനെ നിവർന്നിരുന്നാൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. അങ്ങനെ നിവർന്നിരിക്കുമ്പോൾ നമുക്ക് വരുന്നൊരു ഫീലിംഗ് ഉണ്ട്, ഈ സ്റ്റിച്ചൊക്കെ വലിഞ്ഞ് മുറുകുന്നൊരു ഫീല്. അതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര പെയിൻഫുള്ളായിരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എപ്പോഴും പേടിപ്പെടുത്തുന്നൊരു സ്വപ്നമാണ്. അതൊക്കെയാണ് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഡെലിവറി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ ഞാൻ ഇത് എവിടെ നിന്ന് തുടങ്ങി എവിടെ നിന്ന് അവസാനിപ്പിച്ചു, എന്തോരം ഇതിന് കണക്ഷൻ കിട്ടിയെന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം നമ്മൾ അത്രയും പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിനിടയിൽ നമ്മൾ മെമ്മറിയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. കാരണം നമ്മൾ എപ്പോഴും കോൺഷ്യസ് ആയിരുന്നു എന്നുള്ളത് പോലും എനിക്ക് ഓർമ്മയില്ല. നമ്മളിതിനിടയിൽ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറേ ഉണ്ടാവാം. പക്ഷേ ഇതാണ് എൻ്റെ മെമ്മറിയിലുള്ള എൻ്റെ ഒരു ഡെലിവറി സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ ഡെലിവറി ഒക്കെ നടക്കാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ കുറേ എക്സസൈസസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഡെലിവറിക്ക് പണിയെടുക്കണോ വേണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ വാക്കിങ്ങോ ഒന്നും കൂടുതൽ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു ലേസി പ്രഗ്നൻസി ആയിരുന്നു എൻ്റെത്. അപ്പോൾ അങ്ങനെ ലേസി ആവാതിരിക്കാൻ മാക്സിമം നമ്മളുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്, മീൻസ് അത് എക്സസൈസിലാണെങ്കിലും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യേണ്ടതും നമ്മൾ ചെയ്യാം. നമ്മളത് ചെയ്യാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രഗ്നൻസി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവും. നമ്മൾ തന്നെ സഹിക്കണം, വരെ ആരും അത് സഹിക്കാൻ വേണ്ടിയിട്ട് വരത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇനി ഒരു പ്രഗ്നൻസി സമയത്ത് ഞാൻ നല്ല വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു. ഞാൻ നല്ല മെലിഞ്ഞിട്ടുള്ള ആളായിരുന്നു, നല്ല വെയിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബോഡിയായിട്ട് നമുക്ക് ഒട്ടും ഇതല്ലാത്തൊരു സംഭവമല്ലേ. കാരണം നമ്മൾ മെലിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ്, അത്രയും വെയിറ്റ് കൂടി ഞാൻ. അപ്പം അതൊക്കെ നമുക്ക് വന്നിട്ടുള്ളൊരു പിന്നെ ഇതിൻ്റെ മൂഡ് സ്വിങ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കൊരു കണക്ഷൻ കിട്ടാത്ത സംഭവമാണ്. പക്ഷേ നമ്മളുടെ മാക്സിമം നമ്മൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ എനിക്കിപ്പോൾ ഈ ഒരു അവസരത്തിൽ പറയാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. കാരണം നിങ്ങൾ ഇതേപോലെ കുറേ റെഫറൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു ഭാഗം എപ്പോഴും ക്ലിയർ ആക്കിയിട്ട് കൊണ്ടുപോകുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നോർമൽ ഡെലിവറി ആയി മാറാനും അത് കുറച്ചുകൂടി സ്മൂത്ത് ആവാനും ചാൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് എൻ്റെ ഒരു ഡെലിവറി സ്റ്റോറി ഇഷ്ടമായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണക്റ്റഡ് ആയി എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ആരുടെയെങ്കിലും ഡെലിവറി ഒക്കെ നടക്കാൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്, ഈ പാട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.